അതേസമയം യമനിൽ സൈനിക പിന്മാറ്റം പ്രഖ്യാപിച്ച UAE വിഘടനവാദ ഗ്രൂപ്പായ STCയെ UAE സഹായിക്കുന്നതിൽ സൗദി അറേബ്യ പ്രതിഷേധം രേഖപ്പെടുത്തിയതിനെ തുടർന്നാണ് നീക്കം. യമനിൽ സർക്കാർ 90 ദിവസത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യമനിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് സഖ്യകക്ഷികളായ സൗദിക്കും UAEക്കുമിടയിൽ ഉടലെടുത്ത അസ്വാരസ്യങ്ങൾ ഏറെ ആശങ്കയോടെയാണ് ലോകം നോക്കിക്കാണുന്നത്. ദക്ഷിണ യമനിൽ സമാന്തര ഭരണം ലക്ഷ്യമിടുന്ന സദേൺ ട്രാൻസിഷണൽ കൌൺസിലിന് UAE നൽകുന്ന പിന്തുണ സൗദി അറേബ്യയെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് സഖ്യസേനയ്ക്കുള്ളിലെ ഭിന്നത പരസ്യമാകുകയും ചെയ്തു. മേഖലയിൽ അതീവ ജാഗ്രതയും 90 ദിവസത്തെ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് യമൻ ഗവൺമെന്റ്. മക്കല്ല തുറമുഖത്ത് UAEയിൽ നിന്നെത്തിയ കപ്പലുകളിൽ വിഘടനവാദികൾക്കുള്ള ആയുധങ്ങൾ കണ്ടെത്തിയതിന് പിന്നാലെ സൗദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന ശക്തമായ ആക്രമണമാണ് നടത്തിയത്. 24 മണിക്കൂറിനകം യമനിൽ നിന്ന് പൂർണ്ണമായും സൈന്യത്തെ പിൻവലിക്കണമെന്ന കർശനമായ നിർദ്ദേശം സൗദിയും യമനും UAEക്ക് നൽകി. ഇതിനു പിന്നാലെയാണ് UAE തങ്ങളുടെ സൈനികരെ തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ചത്. യമൻ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്താൻ UAE ശ്രമിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് സൗദി ഉയർത്തുന്നത്. ഹൂഥികൾക്കെതിരെ ഒന്നിച്ചു പോരാടിയ സഖ്യകക്ഷികളാണ് സൗദിയും UAEയും. ജലീൽ കണ്ണമകലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.